ഗസയിൽ വംശഹത്യ പാടില്ല എന്ന് വിധിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടില്ല. കോടതി വിധിയിൽ പലസ്തീനും ഇസ്രയേലിനും ആശ്വാസം. കേസിനു പോയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം തുടരും എന്നറിയുന്നു. ഇസ്രയേൽ ഹമാസ് പോരാട്ടം രൂക്ഷമായി തുടരുന്നുവെന്ന പശ്ചിമേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഹായ്. ഓക്കെ, ജെയിംസെ, പശ്ചിമേഷ്യയുടെ അപ്ഡേറ്റ്സ്. എസ്കേൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആരെയും തൊടാതെ എന്നാൽ അത്യാവശ്യം തൊട്ടു എന്ന രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു വിധിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അവർ നടത്തിയ വിധിയിൽ വംശഹത്യ, ജിനോസൈഡ് നടത്തരുത് എന്ന് ഇസ്രായേലിനോട് ഒരു താക്കീതുണ്ട്. പക്ഷേ അത് ഇസ്രായേൽ യുദ്ധം നിർത്തണമെന്ന ആവശ്യമാണ് ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഏതാണ്ട് അടുത്തുവരെ എത്തി. ഇസ്രായേലിൽ നടത്തുന്ന യുദ്ധത്തിലെ ഈ വംശഹത്യയുടെ അടുത്ത് വരുന്ന പരാമർശങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടില്ല. ഇസ്രായേലിൻ്റെ വാദങ്ങളും അതിശക്തമായിരുന്നു. അവർ പറഞ്ഞത് ഒക്ടോബർ 7-ന് ഹമാസ് ഞങ്ങളുടെ രാജ്യത്ത് കയറി 1200-ലേറെ പേരെ കൊലപ്പെടുത്തി, 340 പേരെ ബന്ദികളായി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സെൽഫ് ഡിഫെൻസ്, പ്രതിരോധത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയത്. തുരങ്കങ്ങൾ കണ്ടെത്തി അവിടെ ഹമാസിൻ്റെ പോരാളികളുമായിട്ട് നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചൊക്കെ അവർ വിശദീകരിച്ചതിനെ തുടർന്ന് താൽക്കാലിക വിധി എന്ന നിലയിലാണ് ഒരുപക്ഷെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് കേസിന് പോയത്. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ശക്തരായിട്ടുള്ള അഭിഭാഷകരാണ് ഈ കേസിൽ വാദങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ ഒരുപക്ഷെ പലസ്തീനും ഇസ്രായേലിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ആശ്വാസമാകുന്ന ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഞങ്ങൾ ജയിച്ചു. പക്ഷേ ഇസ്രായേലിനൊരു താക്കീതുണ്ട്, നിങ്ങൾ വംശഹത്യ നടത്തരുത്. അപ്പം നടത്തുന്നു എന്ന ധ്വനി അതിലുണ്ട്. ഇപ്പോൾ 26,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്കേൻ, ഈ മണിക്കൂറുകളിൽ തന്നെ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ ഗസയിൽ ഖാൻ യൂനിസ് നഗരമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനനിബിഡമായിട്ടുള്ള സ്ഥലം. വടക്കൻ ഗസയിൽ നിന്നടക്കം 10 ലക്ഷത്തോളം പേര് ചെറിയ ഒരു നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ റഫയിൽ, ഈജിപ്റ്റ് അതിർത്തിയിൽ അതുപോലെയുള്ള ഇതുണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ. ഇപ്പോൾ കൊല്ലപ്പെട്ട 26,000 പേരിൽ 20,000-ൽ താഴെ സ്ത്രീകളും കുട്ടികളുമാണ്. അത്രയും വലിയ കൂട്ടക്കുരുതിയാണ് ഗസയിൽ നടന്നിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിലും വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ബന്ദികളുടെ കുടുംബങ്ങളുടെ സമരം, അവരുടെ പ്രതിഷേധ ധർണയൊക്കെ പാർലമെൻറ്റിന് മുമ്പിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുമ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലും പാലസ്തീനിലെ ഗസയിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ തന്നെയാണ് എസ്കേൻ. ഓക്കെ ജെയിംസെ, മറ്റൊരു വാർത്ത ഇപ്പോൾ ഗൾഫ് ഓഫ് ഏദനിലെ ഹൂതി മിസൈൽ ആക്രമണത്തിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു എന്ന വാർത്ത വരുന്നു. യമനിൽ ഹൂതികൾക്ക് നേരെ പ്രത്യാക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നു. എന്തായാലും ആ പോര് മുറുകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എസ്കേൻ, ഒരുപക്ഷെ ഈ ഗസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പിറകെ ഈ തീ പിടിച്ചിരിക്കുന്നത് ചെങ്കടലിന് ചുറ്റുമുള്ള കടലിലാണ് തീപിടുത്തം എന്ന് ഞാൻ പറഞ്ഞത് ഒരു വ്യംഗ്യാർത്ഥത്തിലാണ്. ഇപ്പോൾ ഇതാ എണ്ണക്കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു. മാർഷൽ ഐലൻഡ്സിൻ്റെ എണ്ണക്കപ്പൽ എണ്ണയുമായി പെട്രോൾ ഡീസലൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. ആ എണ്ണക്കപ്പലിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഹൂതികൾ. ഇത്തവണ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഏറ്റു എന്ന് മാത്രമല്ല, കടലിൽ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കെയിൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശേഷിക്ക് മുമ്പിൽ, അവരുടെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ, മിലിറ്ററി ക്യാമ്പുകളിലൊക്കെ അമേരിക്കയും ബ്രിട്ടനും കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ബോംബ് വർഷം നടത്തുകയാണ്. അവരുടെ 30-40% സൈനിക ശക്തി കുറഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും തിരിച്ചടിക്കാനും കൃത്യമായിട്ട് കപ്പലുകളെ ആക്രമിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് അമേരിക്കയ്ക്കും ബ്രിട്ടനും വലിയ താക്കീതാണ്. ഏത് കപ്പലിന് നേരെയും തിരിച്ചടിക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടെന്ന് ഹൂതികൾ പറയുന്നു. അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ്. ഇറാൻ താക്കീതുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ ഇവിടെ വന്ന് ചെങ്കടലിൽ വന്ന് കളിക്കുന്നത് ഗുണകരമല്ല. ഇറാൻ്റെ യുദ്ധ കപ്പലുകൾ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് എസ്കേൻ ഒരുപക്ഷെ ഏറ്റവും വലിയ ആശങ്ക. ഹൂതികളും ഹമാസും ഹെസ്ബുള്ളയും, ലെബനിലെ ഹെസ്ബുള്ളയൊക്കെ ഇറാൻ്റെ ബന്ധമുള്ള അവരുടെ എക്സ്റ്റൻഷനാണ്. പക്ഷേ ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല. ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധത്തിലേക്ക് പോയാൽ അതൊരു വേൾഡ് വാറിൻ്റെ തലത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇറാൻ്റെ പിറകിൽ
ചൈനയും റഷ്യയും വടക്കൻ കൊറിയയുമുണ്ട്. ഇപ്പുറത്ത് അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധത്തിൻ്റെ വേറൊരു തരത്തിലേക്ക് ഇസ്രായേൽ യുദ്ധം മാറുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട്. എസ്കേൻ പി ജെയിംസ് അവിടെ തന്നെ നിൽക്കണം. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ വേഗം മടങ്ങി വരാം. വിദേശ വാർത്തകൾ ബ്രേക്കിന് ശേഷം തുടരും.